നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ ഏത് പ്രായം തുടങ്ങിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ശരിക്കും എഫക്റ്റീവ് ആകുന്നതിനും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു തലമുറയിൽ നമ്മൾ പറയില്ലേ, ഏറ്റവും പ്രായം ചെന്നിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു ഡൗട്ട് തോന്നുന്നതൊക്കെ എപ്പോഴാ, ഇത്രയും വലുതായതിനു ശേഷമാണ് അല്ലെ. അപ്പൊ ചെറിയ പ്രായം തുടങ്ങി അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇനി വരുന്ന ഒരു ജനറേഷനിൽ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം വരുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 3 വയസ്സ് തുടങ്ങി ഒരു 10 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പില് ഈ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. ഇത് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പേരൻസിനാകാം, ടീച്ചേഴ്സിനാകാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർക്കും ടീച്ചേഴ്സിനും അതുപോലെ അവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കും ഒക്കെ ആയിട്ട് സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു ഏജ് ആണ് ശരിക്കും 5 വയസ്സിൽ താഴെ, പ്രത്യേകിച്ചും ആ ഒരു 2.5 വയസ്സ് 3 വയസ്സ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ സംസാരിക്കാറായി അല്ലെ, പ്രീ KG-യിലൊക്കെ പോയി തുടങ്ങുന്ന ഒരു ടൈം ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അവരിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, നമ്മൾ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ വേണ്ട ഒരു മൈൻഡ് സെറ്റ് ആദ്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ആ ഒരു ഏജ് തുടങ്ങി നമുക്ക് അവരിൽ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ചില ശീലങ്ങൾ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നതിൽ ആദ്യത്തേതാണ് നേരത്തെ കിടന്ന് ഉറങ്ങുന്നത് അവരിൽ ഒരു ശീലമാക്കുക. അത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒട്ടുമിക്ക വീടുകളിലും പേരൻസ് ഉൾപ്പെടെ, പേരൻസ് ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അവർ ജോലി കഴിഞ്ഞ് വരാനും മറ്റു കാര്യങ്ങൾ, അടുക്കളയിലെ ജോലി ഇതെല്ലാം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ലേറ്റ് ആവും. കുട്ടികളും അത്രയും സമയം തന്നെ TV കണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ കളിച്ച് അവരും മിക്ക വീടുകളിലും 11 മണി 11:30 12 മണി വരെയൊക്കെ കുട്ടികൾ കളിച്ചിരിക്കാറുണ്ട്. രാവിലെ 8 മണി, അതായത് സ്കൂൾ ബസ് വരുന്ന ടൈം ആണെങ്കിൽ അതിനൊരു അരമണിക്കൂർ മുമ്പായിട്ട് അമ്മമാർ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഇവരെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട്, പല്ല് തേപ്പിച്ചൊന്ന് റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട്. അന്നേരത്തേക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു അങ്ങനെ ഒരു ജനറേഷൻ മുമ്പോട്ട് പോകുന്തോറും നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പഴയ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ശരിക്കും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉറക്കം എന്ന് പറയുന്നത് ഏത് ഏജിലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുറെ ഫ്യൂച്ചറിൽ നമ്മൾ പ്രായം ചെന്നിട്ട് അവരിൽ പറഞ്ഞിട്ടോ ഉപദേശിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു ശീലം അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ്. ഓക്കെ. അതുപോലെ ആ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് പലരും ഫോൺ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ നോക്കുന്നതിനൊക്കെ ചെറിയ ഏജിലെ 3 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, 3 വയസ്സെന്നല്ല, ഞാൻ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ കണ്ണിനും ഒക്കെ കേടായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം. അപ്പൊ ആ ഒരു ചെറിയ പ്രായം തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിന് ഒരു ടൈം മാത്രം നമ്മൾ കൊടുക്കുക, കഴിയുന്നത്ര കൊടുക്കാതിരിക്കുക. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല എന്ന് എനിക്കും അറിയാം. എങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവരെ മൊബൈൽ ഫോൺ കാണുന്നതും ഒന്ന് നമുക്ക് മാറ്റി നിർത്താം. ഓക്കെ. അപ്പൊ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം, കാരണം നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ കുട്ടികളുടെ നല്ല ഏത് പ്രായത്തിലുള്ളവരുടെയും മാനസിക വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും എല്ലാം, ബുദ്ധിവികാസത്തിനും എല്ലാം ഈ പറയുന്ന ഉറക്കം അവരെ സഹായിക്കുന്നുണ്ട്. സ്ട്രെസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഉറക്കം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ആ ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ നേരത്തെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, രാവിലെ ഉണരുമ്പോ അതും ഈ പറയുന്ന പോലെ 8 മണി വരെ കിടക്കട്ടെ അല്ലെങ്കിൽ 9 മണി വരെ കിടക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കാതെ, ഇപ്പൊ ഒട്ടുമിക്ക സ്കൂളുകളും നേരത്തെ തന്നെ സ്കൂൾ ബസ് 7:30 തുടങ്ങി സ്കൂൾ ബസ് വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നേരത്തെ തന്നെ അവരെന്തായാലും എഴുന്നേൽക്കുന്നുണ്ടാവും. പക്ഷെ എഴുന്നേൽക്കുമ്പോ ഒരു പ്രാർത്ഥനയോടുകൂടി കുഞ്ഞുങ്ങളെ ഉണർത്തുക. അവർ മിക്കവാറും ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പേരൻസ് ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടാവും, ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ടാവും, നമ്മളായിരിക്കും പോയി അവരെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിക്കുക. അപ്പോ അവർക്ക് നമ്മൾ ഒന്നും വേണ്ട, എന്താ പറയാ, നമ്മുടെ വിശ്വസിക്കുന്ന ദൈവം എന്താണോ കൈകൂപ്പി ഈശ്വര എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് എഴുന്നേൽക്കാനായിട്ട് പറയുക. പിന്നെ ഓരോ പ്രായം കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും ചെറിയ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ അവർക്ക്, ഇപ്പൊ കരാഗ്രേ വസതേ ലക്ഷ്മി എന്നുള്ള മന്ത്രങ്ങൾ പോലെ ഓരോ മതത്തിലും അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഒരു പ്രാർത്ഥന ചൊല്ലിച്ചതിന് ശേഷം മാത്രം അന്നത്തെ ദിവസം തുടങ്ങാനായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ശീലമാക്കി എടുക്കാം.
ഓക്കെ, അപ്പൊ രാത്രി നേരത്തെ കിടന്നുറങ്ങി അങ്ങനെ ഉറക്കം മതിയായി എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്നെ രാവിലെ അധികം വാശി കൂടാതെ, നമ്മൾ ഇടത്തൂടാന്നൊക്കെ പറയില്ലേ, അത് കൂടാതെ അവരെ ഉണർത്താനായിട്ട് സാധിക്കും. ഉണർത്തുമ്പോഴും ഈ ഒരു പ്രാർത്ഥന കൈകൂപ്പി അവരെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം മാത്രം ഉണർത്തുക. ഇനി അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ റുട്ടീൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇനി ഭക്ഷണം കൊടുക്കുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരെ നമുക്ക് ശീലമാക്കാം. അപ്പൊ അവര് ചോദിക്കുമായിരിക്കും ചിലപ്പോൾ ഇതുവരെ, അതായത് നമ്മളും കൂടി ചെയ്ത് കാണിക്കുമ്പോഴാണ് കേട്ടോ അത് എഫക്റ്റീവ് ആവുക. കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവര് നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്നതും ഒബ്സർവേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ഏജ് ആണ് 3 വയസ്സ് തുടങ്ങി 10 വയസ്സ് വരെ. അവരെന്തിനേയും ക്വസ്റ്റ്യൻ ചെയ്യുകയും സംശയങ്ങൾ ചോദിക്കുകയും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏജ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കാരണവും അവർക്ക് പറഞ്ഞു കൊടുക്കാം. ചോദിക്കുമ്പോൾ എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നേ? എത്രയോ കുഞ്ഞുങ്ങള് മോന്റെ പ്രായത്തിൽ അല്ലെങ്കിൽ മോളുടെ പ്രായത്തിലുള്ളവര് ഇപ്പോഴും വിശന്ന ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ട് എന്നറിയാവോ? അപ്പൊ അവർക്ക് എന്താ ഭക്ഷണം കിട്ടാത്ത അടുത്ത ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കൊടുക്കുക. ഇപ്പോ അച്ഛനും അമ്മയ്ക്കും മോന് എന്താണോ വിശക്കുമ്പോ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി തരാനും അതൊക്കെ തരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ തരണത് ദൈവമാണെന്നും അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ എപ്പോഴും നന്ദി പറയണം, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ പ്രായത്തിനനുസരിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ. ഇനി അത് കഴിഞ്ഞു എപ്പോഴും വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കൂടി അവർക്ക് കൊടുക്കുക. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഈ പറഞ്ഞതിലെല്ലാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ആ ഒരു ഏജിൽ ഓരോ സമയത്തും ചെയ്യേണ്ടതിനെന്ന് വെച്ചാൽ ഒരു ഗ്രേറ്റ്ഫുൾ ആവുക, എന്തിനോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം ഉണ്ടാകാൻ ചെറിയ പ്രായം തുടങ്ങി അത് അവരെ സഹായിക്കും. ഇത് ഞാൻ വെറുതെ തമാശ പറയുന്ന അല്ല കേട്ടോ, സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഭാവം നമ്മുടെ മനസ്സിന് എപ്പോഴും അതൊരു സെൽഫ് ഹീലിംഗ് കൊടുക്കാനായിട്ടും ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ കുട്ടികളെ സഹായിക്കുന്നതാണ്. കുട്ടികളെ എന്നല്ല, ഏത് പ്രായത്തിലും. പക്ഷെ അത് ആ പ്രായം തുടങ്ങി അങ്ങ് ശീലമാവുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അതൊക്കെ ചെയ്തു പൊക്കോളും. ചെറിയ പ്രായത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർ ചെയ്യുന്നു എന്നല്ലാതെ ഫീൽ ചെയ്ത് പ്രാർത്ഥിക്കാനൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മളത് വെറുതെ ഒരു ശീലം എന്നുള്ള രീതിയിൽ മാത്രം കൊടുക്കുക. അപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ കുട്ടികളെ പൂജാ റൂമിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി അതിന് മുമ്പിൽ, അല്ലെങ്കിൽ ബൈബിളിന് മുമ്പിൽ, ഓരോ മതത്തിന്റെ രീതി അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് അഫർമേഷൻ, ഒരു 2-3 അഫർമേഷൻ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് അഫർമേഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ട് വേണ്ട അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതെന്താ സംഭവം എന്ന് പിന്നെ ചോദിക്കാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോ ഇത്ര മാത്രമേ ഉള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ നല്ല മിടുക്കനായിട്ട് അല്ലെങ്കിൽ മിടുക്കിയായിട്ടിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് പഠിക്കും, ഇന്ന് എല്ലാ കൂട്ടുകാരോടും ടീച്ചേഴ്സിനോടും ഞാൻ നല്ല സ്നേഹമായിട്ട് പെരുമാറും. ഇങ്ങനെ നമുക്ക് അറിയാലോ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് ആ ഒരു ഏജിൽ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ തന്നെയും നമ്മൾ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ചും അതിന്റെ കൂടെ ഒരു കാര്യം, സേഫായിട്ട് സ്കൂളിൽ പോയി തിരിച്ച് വീടെത്താനായിട്ട് ദൈവമേ സഹായിക്കുന്നതിനുള്ള നന്ദി, ദൈവം സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതെപ്പോഴും ഇത് സ്കൂൾ വിട്ട് പോകുമ്പോൾ എന്നല്ല, മിക്ക ഇതിലും നമ്മൾ കണ്ടേക്കുന്ന കാര്യമല്ലേ. കല്യാണത്തിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക, ദക്ഷിണ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക, ഇന്റർവ്യൂവിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക, അല്ലെ, ഫസ്റ്റ് ടൈം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. പക്ഷെ എല്ലാ ദിവസവും ഒന്നും ചെയ്തില്ലെങ്കിലും ചില സുപ്രധാന ദിവസങ്ങളിൽ നമ്മളത് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നമുക്ക് സുപ്രധാനം തന്നെ ആയതുകൊണ്ട് അവർക്ക് ഈ ഒരു കാര്യം കൂടി. ഇനി സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഉള്ളൂ. വൈകുന്നേരം സാധാരണ പോലെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഓരോ ഏജിനനുസരിച്ച് മെഡിറ്റേഷൻ നമുക്ക് അവർക്ക് ശീലമാക്കി കൊടുക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ആണ്, ധ്യാനമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ടല്ല. പക്ഷെ വിളക്കിന് മുമ്പിൽ ഇരിക്കുമ്പോഴായാലും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ആദ്യം വിളക്ക് കുറച്ച് സമയം നോക്കിയിരുന്നിട്ട് അതേപോലെ മോന്റെ മനസ്സിൽ അത് കാണാൻ, ആ ഒരു തിരുനാളം കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ, അല്ലാതെ അവർക്കത് മെഡിറ്റേഷൻ ഒന്നല്ല, അത് ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ കണ്ണുകൾ അടച്ച് കുറച്ച് സമയം ഇരിക്കാനായിട്ടൊക്കെ ശീലമാക്കി നോക്കാം. ബ്രീത്തിങ് എക്സസൈസുകൾ അവരെ പഠിപ്പിക്കാം. അതൊക്കെ പ്രാർത്ഥനയുടെ ടൈമിൽ തന്നെ അങ്ങ് ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ എല്ലാ ഫാമിലിയിലും എല്ലാവർക്കും പോലെ ജോലി കാര്യങ്ങളൊക്കെ കാരണം സാധിച്ചു എന്നല്ല, പറ്റുന്നവർ അങ്ങനെ നോക്കുക.
ആ കഴിക്കുന്ന സമയത്ത് മിക്ക കുട്ടികളും ഉണ്ടല്ലോ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് കാർട്ടൂണും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അത് അവരെ ഫുഡിന്റെ രുചി പോലും ആസ്വദിച്ചല്ല. ഇപ്പൊ വരുന്ന തലമുറയ്ക്ക് ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഒരു ഫുഡിനും ടേസ്റ്റ് ഇല്ല. ഞാൻ പഠിപ്പിക്കുന്ന ഡിഗ്രി ലെവൽ ക്ലാസ്സിലായതുകൊണ്ടൊക്കെ പറയാണ്, കുട്ടികളെല്ലാം ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെയാണ്. അവർക്ക് ആഴ്ചയിൽ 2-3 തവണയാണ് മന്തി അതുപോലെ അൽഫാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുന്ന ഒരു ശീലമാണ് അവരിലേക്ക് വരുന്നത്. ക്യാൻറ്റീനിൽ പോയിരിക്കുമ്പോഴും അതെ, ഈ പറയുന്ന എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ബർഗർ പിസ്സ ഈ ഒരു ലെവലിലേക്ക് വരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഫുഡിന്റെ ഒന്നും രുചി കുഞ്ഞുങ്ങൾ ആസ്വദിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അറിയേണ്ട പ്രായത്തിൽ അവര് കാർട്ടൂൺ കണ്ടും ഫോൺ കണ്ടും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. അമ്മമാരെന്താ ചിന്തിക്കുക, അവരുടെ വയറ് നിറയണം, കുഞ്ഞുങ്ങൾ കഴിക്കണം, ഭക്ഷണം കഴിക്കണം എന്ന് മാത്രമേ അമ്മമാര് ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു വില്ലൻ കൂടിയുണ്ട്. കുറച്ചേ കഴിച്ചുള്ളൂ എങ്കിലും അത് ആസ്വദിച്ച് അവരുടെ വയറ് നിറയുന്നത് അവര് തന്നെ അറിയണം. ആ ഒരു ലെവലിൽ ഒറ്റ കാര്യം, നമുക്ക് മൊബൈൽ ഫോൺ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ ഏജ് ഗ്രൂപ്പ് തുടങ്ങി ശ്രദ്ധിച്ചാലേ നമുക്ക് കുറച്ച് സമയം കൊണ്ട് അവരെ നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. 10, 12, 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ ഈ ശീലമായിട്ടുള്ള ഒരു കുട്ടിയെ പെട്ടെന്ന് 7ാം ക്ലാസ് തുടങ്ങി ഇന്ന് തുടങ്ങി നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കാണണ്ടാന്ന് വെച്ചാൽ അവൻ കഴിക്കില്ല എന്ന് തന്നെ വിചാരിക്കുള്ളൂ. അതിലേക്ക് പിന്നെ നമുക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ഒരു പ്രായം തുടങ്ങിയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇത്രയും കഴിഞ്ഞിട്ട് ഇനി കിടന്ന് ഉറങ്ങുമ്പോൾ കാര്യത്തിലും പറയട്ടെ കേട്ടോ. ഈ അച്ഛനമ്മമാര് ലേറ്റ് ആയിട്ട് കിടക്കുകയാണ്, TV കണ്ടൊക്കെ ഇരിക്കുകയാണ്, കുട്ടികളോട് പോയിട്ട് 9 മണിക്ക് ആകുമ്പോഴത്തേക്ക് പോയി കിടന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കിടക്കൊന്നുമില്ല. ചിലപ്പോൾ കിടക്കുകയായിരിക്കും, അവരുടെ ശ്രദ്ധ മുഴുവനും ഈ റൂമിലായിരിക്കും, TV വെച്ചിരിക്കുന്ന റൂമിലൊക്കെ ആയിരിക്കും. അപ്പൊ അമ്മമാരും കൂടെ പോയി കിടക്കുവോ, അവർക്ക് കഥകൾ പറഞ്ഞു. പണ്ട് ഇതൊക്കെ ചെയ്യുന്നത് മുത്തശ്ശിമാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു പുരാണത്തിലെ ആണെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ തന്നെ പറയുകയാണ്, പുരാണത്തിലെ ആയാലും ഒക്കെ കഥകള് ചിലപ്പോൾ അമ്മമാർക്ക് അറിയില്ലാത്തവരുണ്ടാവും. ഇനി അറിഞ്ഞാൽ ഇതൊക്കെ എവിടെ പറഞ്ഞു കൊടുക്കാൻ സമയം, എങ്ങനെയും ഒന്ന് വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. കാരണം രാവിലെ ജോലിക്ക് പോകേണ്ടതാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഈ കാര്യത്തിലൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ വേണമെന്ന് വിചാരിച്ച് നമ്മൾ പറയില്ലേ, ചക്ക വേരിലും കായ്ക്കും എന്ന് പറയണ പോലെ അത്ര തന്നെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുക ഈ കാര്യങ്ങൾ. നല്ല നല്ല മോട്ടിവേഷൻ സ്റ്റോറീസ്, നല്ല കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടേതായ ഏജ് ഗ്രൂപ്പിൽ അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു സ്റ്റോറി ആയിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നതെല്ലാം നല്ല എഫക്റ്റീവ് ആകും. അപ്പോ മൊബൈൽ ഫോൺ അല്ല അവർ കണ്ടു കിടക്കുന്നത്, അമ്മയുടെ അടുത്ത് കിടന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ട് കുഞ്ഞുങ്ങള് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അത് അവരിലേക്ക് ഒരു നല്ല ചിന്ത, ഇത് കുഞ്ഞുങ്ങൾ പോലും അറിയുന്നില്ല. കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളിങ്ങനെ നട്ട് കൊടുക്കുകയാണ്. ഇത് അവരിലേക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം അവർക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഒരു ശീലം. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ കിടന്ന് ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഉണർത്തുക കുഞ്ഞുങ്ങളെ. എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കൈകൾ കൂപ്പി, അത്രയും മതി. അവരിപ്പോ വലിയ പ്രാർത്ഥനയൊന്നും അവർക്ക് അറിയില്ല, ഒന്ന് കൈകൾ കൂപ്പി ഇതാവാനായിട്ട് അവരെ ഒന്ന് ശീലിപ്പിക്കുക. എപ്പോഴും വീട് വിട്ടിറങ്ങാതെ എവിടെയായിരുന്നാലും, കളിക്കാൻ പോവായിരുന്നാലും ദിവസത്തിൽ നമ്മൾ എപ്പോഴേലും രാവിലെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന ഒരു ശീലം. അതുപോലെ തന്നെ ഈ രാത്രി ഡിന്നർ കഴിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഫാമിലി ടൈം ആക്കി മാറ്റാനായിട്ടും കൂടെ പേരൻസ് ശ്രമിക്കുക. ഇനി ഇതിനായിട്ട് ഞാൻ കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. പേരൻസിന് ഈ ജോലി എഫക്റ്റീവ് ആക്കി തീർക്കാനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവർ നമ്മളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയും, എനിക്ക് വലുതാവുമ്പോൾ അങ്ങനെ ആവണം, പൈലറ്റ് ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ പറയുന്ന ആഗ്രഹം അല്ലേ, വലുതാവുമ്പോൾ മാറും എന്നല്ല നമ്മൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും. കാരണം എന്താ, നമ്മൾ അതിനെ വളർത്താറില്ല. കുഞ്ഞുങ്ങൾ പറയുന്ന ഒരാഗ്രഹത്തെയും നമ്മൾ വളർത്തി കൊണ്ടുപോകാറില്ല. ഒരു ഡ്രൈവർ ആകണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വളർത്താൻ പോകാറില്ല. ഡോക്ടർ ആവണം എന്നൊക്കെ കേട്ടാൽ ഓക്കെ, പക്ഷെ പിന്നീട് അവർക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല. അപ്പൊ ഡ്രോയിങ്ങിന്റെ രൂപത്തിൽ ഒന്നെങ്കിൽ വരച്ച്, അല്ലെങ്കിൽ കാർട്ടൂൺ കഥാപാത്രം പോലെ കുഞ്ഞുങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ, അല്ലെങ്കിൽ വിമാനം ഓടിക്കുന്നതായിട്ടാണെങ്കിൽ വിമാനത്തിന്റെ ഫ്ലൈറ്റിന്റെ ഒക്കെ പിക്ചർ അവര് തന്നെ വരച്ചിട്ട് അവർ കാണുന്ന ഭാഗത്ത് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പേരൻസിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അവരുടെ കൊച്ചു ആഗ്രഹങ്ങളെ, അതായത് എന്ത് ആഗ്രഹമാണെങ്കിലും അത് നടക്കും എന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസിന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ളവരും ബന്ധുക്കളായിക്കോട്ടെ, ആരൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാറില്ല. അവർ പറയും, എന്താ മെലിഞ്ഞിരിക്കണേ, എന്താ കളറില്ലാത്ത, അയ്യോ എന്താ മുടിയില്ലാത്ത, എന്തിനും ഏതിനും നെഗറ്റീവ്. അത് അങ്ങനെയാണ് ലോകം.
നല്ലത് കാണാനും കേൾക്കാനും ഉള്ളതിനേക്കാൾ മോശം പറയാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ കുഞ്ഞു മനസ്സിലേക്കാണ് ഇതൊക്കെ നമ്മൾ ഈ എന്താ പറയുന്ന വിഷം ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുന്നത് ചുറ്റുവട്ടത്തു നിന്നുള്ളവര്. ഓക്കെ, എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയേ, എന്താ ഇങ്ങനെ കോലം കെട്ട് പോയേ, അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല കളറുണ്ടല്ലോ, മോക്ക് എന്താ കളറില്ലാത്ത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് കേൾക്കുന്നതും ഒക്കെ. ഇതെല്ലാം അതുപോലെ നമ്മൾ അതിലും കമ്പാരിസൺ എന്ന് പറയുന്നത് നിർത്തുക. ഓരോ വീട്ടിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ഒരാളെ പോലെ ആവില്ല മറ്റൊരാള്, അല്ലെ? ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്തിന് നമ്മുടെ പേരൻസിന് കുറെ ആഗ്രഹം നമ്മളെ കുറിച്ച് ഉണ്ടാവും, നമുക്ക് അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ മക്കള് സാധിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പറ്റുമോ? പ്രപഞ്ചത്തിന് ഓരോ സൃഷ്ടിയും വ്യത്യസ്തമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട. ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അച്ഛനും അമ്മയും ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ആത്മവിശ്വാസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പേരൻസ് തയ്യാറാവണം. ആരെന്ത് വേണേ പറഞ്ഞോട്ടെ, ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങളോളം ആരും അതിനെ സ്നേഹിക്കില്ല, അവർക്ക് ഞങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഈ പറയുന്ന ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് ലേണിംഗ് ടു സേ നോ. നോ പറയേണ്ടടുത്ത് നോ പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം നിർബന്ധിച്ചുകൊണ്ട് ഒരു മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർക്കുന്നു, എല്ലായിടത്തും ഫസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച് അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ വേണ്ട. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരവരുടെ താല്പര്യം തുറന്നു പറഞ്ഞോട്ടെ, വേണ്ട എനിക്ക് താല്പര്യമില്ല, നോ എന്നുള്ളൊരു വാക്ക് യെസ് പോലെ തന്നെയാണ്. അപ്പൊ നോ പറയാനായിട്ടും അവരെ പ്രേരിപ്പിക്കുക. അതുപോലെ പല കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികളെ, അല്ലെ? അപ്പൊ അങ്ങനെ നോ പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അത് ചലഞ്ചസിനെ നേരിടാനായിട്ട് അവർക്ക് സഹായിക്കും. കാരണം ഒരുപാട് വലുതൊന്നും ആവണ്ട, ഒരു 10 വയസ്സ് 12 വയസ്സിലൊക്കെ നമ്മൾ 8 വയസ്സ് തുടങ്ങിയൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലേ. ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ വെല്ലുവിളികൾ നേരിടാനും നോ എന്ന് പറയുന്നത് പറയാൻ മാത്രമല്ല, അക്സെപ്റ്റ് ദ വേർഡ് നോ. അപ്പൊ നമ്മളും കുട്ടികളോട് നോ പറയണം. ചില സാഹചര്യങ്ങളിലൊക്കെ പറയുന്ന എല്ലാം അപ്പാടെ നമ്മളും അവർക്ക് അനുസരിച്ച് കൊടുക്കേണ്ടതൊന്നുമില്ല. കാരണം ആ നോയെ അവരും അംഗീകരിക്കണം. അതും നമ്മൾ ചെറിയ പ്രായം തുടങ്ങി. ഓക്കെ, നമ്മളും നോ പറയുക, അവരെ കൊണ്ടും നോ പറയിക്കാനായിട്ട് നോക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യവുമാണ് ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത്. കുട്ടികള് ഒട്ടുമിക്കതും എൻ്റെ ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഞാൻ കാണുന്ന കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ തന്നെയും ഫാമിലി ബോണ്ടിങ്, അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും തമ്മിൽ നല്ല അടുപ്പമുള്ള അങ്ങനെ നല്ലൊരു കെയറിങ് കിട്ടുന്ന ഫാമിലിയിലുള്ള കുട്ടികൾ അധികവും വഴിതെറ്റി പോകാനുള്ള സാധ്യത കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പരിധിവരെ ഈ അച്ഛനമ്മമാര് തമ്മിലുള്ള വഴക്കുകളാണ് കുഞ്ഞുങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. പക്ഷെ അവര് തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്, അവര് തമ്മിൽ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും കൂടെ കുഞ്ഞുങ്ങൾ അറിയേണ്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലി ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയുണ്ട്. വഴക്ക് കൂടുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് വഴക്ക് കൂടാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുമുണ്ട്. എന്നാൽ സ്നേഹിക്കുന്നത് മാത്രം നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ കാണിക്കുന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കെയറിങ്ങും. അച്ഛൻ അമ്മയെ എത്രത്തോളം കെയർ ചെയ്യുന്നു, അമ്മ അച്ഛനെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നു, എത്രത്തോളം അവരെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, ഇതൊക്കെ കുട്ടികൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഒബ്സർവേഷൻ പവർ വളരെ കൂടുതലാണ്. നമ്മൾ വിചാരിക്കും ഇവരൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്ന്. അത് നമ്മുടെ മണ്ടത്തരമാണ്. അവർ മനസ്സിലാക്കുന്ന പോലെ ഈ ലോകത്തെ മറ്റാരും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവാണ് ഈ ഒരു ഏജിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾക്ക് നല്ലൊരു തലമുറ ആയിട്ട് ഇനി ഭാവിയിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്ന അവസരമാണ്. ഇത് സ്കൂളുകളിലൊന്നും പാഠ്യപദ്ധതിയാക്കുന്നില്ലെങ്കിൽ പോലും അധ്യാപകർക്കും അതുപോലെ തന്നെ പേരൻസിനും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഒരു 3 തുടങ്ങി 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി 10 വയസ്സ് തുടങ്ങി ഒരു 20 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിനുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പം ആ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്